നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. KPCC പ്രസിഡന്റ് സ്ഥാനം വിട്ടുകൊടുക്കില്ലെന്ന് തനിക്കൊട്ടും വാശിയില്ലെന്ന് കെ സുധാകരൻ MP. പ്രസിഡന്റ് സ്ഥാനം തനിക്ക് ആഡംബരമോ അലങ്കാരമോ അല്ലെന്നും ഏത് പ്രസിഡന്റിനെയും ആർക്കും നിയമിക്കാമെന്നും കെ സുധാകരൻ. മാലൂർ സ്വദേശികളായ നിട്ടാറമ്പിലെ നിർമ്മലയും മകൻ സുമേഷും വീട്ടിൽ മരിച്ച നിലയിൽ. അമ്മയെ കൊലപ്പെടുത്തി മകൻ ആത്മഹത്യ ചെയ്തുവെന്നാണ് സംശയം. ആദ്യ ഭാര്യയെ വഴിയിൽ തടഞ്ഞ് പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. ടിപ്പർ ലോറി ഡ്രൈവറായ കോട്ടയംപൊയിൽ കോങ്ങാറ്റയിൽ നടുവിൽപ്പൊയിൽ MP സജുവിനെയാണ് കതിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പെരിങ്ങത്തൂർ പാലം അറ്റകുറ്റപ്പണിക്കായി അടച്ചതോടെ ദുരിതത്തിലായി യാത്രക്കാർ. പാലം അടച്ചത് ഫെബ്രുവരി 20 വരെ, ഒരു മാസക്കാലത്തേക്ക്. വാർത്തകൾ വിശദമായി. KPCC പ്രസിഡന്റ് സ്ഥാനം വിട്ടുകൊടുക്കില്ലെന്ന വാശിയില്ലെന്ന് കെ സുധാകരൻ. തനിക്ക് ഇതൊരു ആഡംബരമോ അലങ്കാരമോ അല്ല, ആർക്കും ഏത് പ്രസിഡന്റിനെയും വെക്കാം, ആ പ്രസിഡന്റിന് സഹകരണം കൊടുക്കും. പാർട്ടിയിൽ നേതൃമാറ്റ ചർച്ചകൾ നടക്കുന്നില്ലെന്നും അത്തരം ചർച്ചകൾക്ക് താൻ എതിരല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു കെ സുധാകരൻ. KPCC പ്രസിഡന്റ് സ്ഥാനം വലിയ സ്വപ്നമല്ല, മുഖ്യമന്ത്രി സ്ഥാനം പോലും സ്വപ്നമല്ല. താൻ അതിനൊന്നും ശഠിക്കാൻ പോകുന്നില്ല. തന്റെ രാഷ്ട്രീയം CPM-നെതിരായ കോൺഗ്രസ് രാഷ്ട്രീയമാണ്. 6 വയസ്സ് മുതൽ CPM-നെതിരെ പോരാടുന്നയാളാണ്. ആ പോരാട്ടം തുടരും. ഇതിന്റെ ഭാഗമായി പിണറായി വിജയനെ വീണ്ടും അധികാരത്തിൽ എത്തിക്കാതിരിക്കുകയാണ് ലക്ഷ്യമെന്നും സുധാകരൻ പറഞ്ഞു. എല്ലാവർക്കും ആവശ്യമുണ്ടെങ്കിൽ KPCC പ്രസിഡന്റായി തുടരാൻ സമ്മതിച്ചാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു. KPCC പ്രസിഡന്റ് ആയില്ലെങ്കിൽ വായുവിൽ പറന്നുപോകില്ല. ഞാൻ ജനമനസ്സിലുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാനുണ്ടാകും. പക്ഷേ മത്സരിക്കാൻ താല്പര്യമില്ല. നേതൃമാറ്റ ചർച്ച പാർട്ടിയിൽ നടക്കുന്നില്ല. അങ്ങനെ ഒരു ചർച്ച വന്നാലും അതിന് ആരും എതിരല്ല. ന്യായാന്യായം നോക്കി യുക്തമായ തീരുമാനം കേന്ദ്ര നേതൃത്വത്തിന് എടുക്കാമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. DCC ട്രഷറർ NM വിജയനും മകൻ ജിജേഷും ആത്മഹത്യ ചെയ്ത കേസിൽ തനിക്ക് പങ്കുണ്ടെന്ന് പോലീസ് ബോധ്യപ്പെടുത്തിയാൽ പോലീസിന്റെ നിർദ്ദേശം അംഗീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തനിക്കെതിരായ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ അതിൽ രാഷ്ട്രീയമുണ്ട്. മനസാവാച കർമ്മണ താനുമായി ബന്ധമില്ലാത്ത ഒരു വിഷയത്തിൽ തന്നെ കൂട്ടിക്കലർത്താൻ ശ്രമിക്കുന്നുവെങ്കിൽ അത് രാഷ്ട്രീയമാണ്. കേസ് ഒരുപാട് നടത്തി ശീലമുള്ളയാളാണ്. അതുകൊണ്ട് അതിലൊന്നും തന്നെ പേടിപ്പിക്കാനും വിറപ്പിക്കാനും ആരും നോക്കേണ്ടെന്നും കെ സുധാകരൻ പറഞ്ഞു. എനിക്ക് നന്നായി ബോധ്യമുണ്ട്. ഞാൻ ഒരുപാട് കേസ് നടത്തി വളർന്നു വന്നയാളാണ്. പിണറായി വിജയന് ബുദ്ധിയുള്ള കാലം മുതൽ എന്നെ കേസിൽ പ്രതിയാക്കുന്നുണ്ട്. ആ ഒരുപാട് ക്രിമിനൽ കേസിലായാലും എല്ലാ കേസിലും ഞാൻ പ്രതിയാക്കേണ്ടതുണ്ട്. എന്നെ കേസൊന്നും ആരും പഠിപ്പിക്കണ്ട. ഞാൻ ലോയറുമാണ്, ഞാൻ പഠിച്ചോനുമാണ്, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, ലോ എഡ്യൂക്കേഷൻ എനിക്കുണ്ട്, അതൊക്കെ എനിക്കറിയാം. ഞാൻ കേസ് ഒരുപാട് നടത്തി ശീലമുള്ളവനാണ്. അതുകൊണ്ട് അതിലൊന്നും എന്നെ പേടിപ്പിക്കാനും പറപ്പിക്കാനൊന്നും ആരും നോക്കണ്ട. നിങ്ങളും നോക്കരുത്, അതിന് മെനക്കെടണ്ട കേട്ടോ. എനിക്ക് തോന്നിയിട്ടില്ല. എന്ത് കേസ് പോകുന്നു? അല്ല, ചോദിച്ചാൽ എന്നൊക്കെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ പോലീസുകാർ എന്നെ വന്ന് കണ്ട് എന്നോട് സംസാരിക്കണം. അതിനകത്ത് വന്നിട്ട് ഭാഗികമായി എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഏത് പോലീസ് സ്റ്റേഷനിലും ഞാൻ പോകും. മാലൂരിൽ അമ്മയെയും മകനെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നിട്ടാറമ്പിലെ നിർമ്മലയും മകൻ സുമേഷുമാണ് മരിച്ചത്. അമ്മയെ കൊലപ്പെടുത്തി മകൻ ആത്മഹത്യ ചെയ്തുവെന്നാണ് സംശയം. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു സംഭവം. നാട്ടുകാർ അറിഞ്ഞത്. 62-കാരിയായ നിർമ്മലയെ മകൻ കൊലപ്പെടുത്തിയെന്നാണ് ഉയർന്ന സംശയം. രാവിലെയാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 ദിവസമായി വീടിന് പുറത്ത് ആരെയും കണ്ടിരുന്നില്ല. സംശയം തോന്നിയ സാഹചര്യത്തിൽ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത്. സുമേഷ് തൂങ്ങി മരിച്ച നിലയിലും നിർമ്മലയെ അതേ മുറിയിൽ മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. സുമേഷിന് KSEB-യിലാണ് ജോലി. മകൻ സ്ഥിരം മദ്യപിച്ചു വരുന്നയാളാണെന്ന് നാട്ടുകാർ പറയുന്നു. ആദ്യ ഭാര്യയെ വഴിയിൽ തടഞ്ഞ് പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ. ടിപ്പർ ലോറി ഡ്രൈവറായ കോട്ടയംപൊയിൽ കോങ്ങാറ്റയിലെ നടുവിൽപ്പൊയിൽ MP സജുവിനെയാണ് കതിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച രാവിലെ പാട്യത്തായിരുന്നു സംഭവം. തിങ്കളാഴ്ച രാവിലെ പാട്യത്താണ് സംഭവം. പാട്യത്ത് ലിൻഡയെ 2011-ലാണ് പ്രതി പ്രേമിച്ച് വിവാഹം കഴിച്ചത്.
എന്നാൽ പീഡനം കാരണം ഒട്ടേറെ തവണ ബന്ധം പിരിയാനും തീരുമാനിച്ചിരുന്നത്രേ. യുവതിയുടെ ബന്ധു മരണപ്പെട്ട ശേഷം സ്വന്തം വീട്ടിൽ പോയ യുവതിയെ 2024 ഭർത്താവ് വിവാഹബന്ധം വേർപ്പെടുത്തിയിരുന്നു. തുടർന്ന് യുവതിയുടെ വീട്ടുകാർ മറ്റൊരു വിവാഹത്തിനായി തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഈ വിവരമറിഞ്ഞ സജു നിരന്തരം ശല്യപ്പെടുത്തുന്നതിനെതിരെ കതിരൂർ പോലീസിൽ പരാതിയും നൽകിയിരുന്നു. തിങ്കളാഴ്ച രാവിലെ മട്ടന്നൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് പോവുകയായിരുന്ന യുവതിയെ പ്രതി കാറിലെത്തി ദേഹത്ത് പെട്രോൾ ഒഴിക്കുകയാണത്രേ ഉണ്ടായത്. യുവതിയുടെ ബഹളം കേട്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോൾ ഒരു വീട്ടിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് സച്ചു പോലീസിന്റെ പിടിയിലാകുന്നത്. കതിരൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മഹേഷ് കണ്ടമ്പത്താണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തലശ്ശേരി കോടതി റിമാൻഡ് ചെയ്തു. പാനൂർ, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പെരിങ്ങത്തൂർ പാലം അറ്റകുറ്റപ്പണിക്കായി അടച്ചതോടെ ദുരിതത്തിലായി യാത്രക്കാർ. കോഴിക്കോട് ജില്ലയിലെ വിദ്യാർത്ഥികളും കണ്ണൂർ വിമാനത്താവള യാത്രക്കാരുമാണ് കൂടുതൽ ദുരിതം പേറുന്നത്. തിങ്കളാഴ്ച മുതൽ ഫെബ്രുവരി 20 വരെ ഒരു മാസത്തേക്കാണ് പാലം അടച്ചത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി പൊതുമരാമത്ത് വകുപ്പ് 24.9 ലക്ഷം രൂപ അനുവദിച്ചത്. പാലം അടയ്ക്കുന്നതിന് മുന്നോടിയായി കോഴിക്കോട് ജില്ലയിൽ ഗതാഗത സംവിധാനം ഒരുക്കുന്നതിന് നാദാപുരം ട്രാഫിക് പോലീസിനോ മാധ്യമങ്ങൾക്കോ ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന ആക്ഷേപവുമുണ്ട്. പാലം പൂർണ്ണമായി അടച്ചതോടെ നിരവധി യാത്രക്കാർ തിരിച്ചു പോവേണ്ടി വന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി സാമൂഹ്യ മാധ്യമങ്ങൾ വഴി കണ്ണൂർ പൊതുമരാമത്ത് പാലങ്ങൾ ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഉത്തരവിന്റെ പകർപ്പ് പ്രചരിച്ചതാണ് കാണാൻ ഇടയായതെന്നും കോഴിക്കോട് ജില്ലക്കാർ പറയുന്നു. ജില്ലാ അതിർത്തിയായ പാലം അടയ്ക്കുമ്പോൾ കൃത്യമായ ഒരുക്കമില്ലാതെ അടച്ചതിൽ വ്യാപക പ്രതിഷേധം നാദാപുരം മേഖലയിലുള്ളവർക്കുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഒരു മാസത്തേക്ക് പാലം വഴി കടത്തിവിടില്ല. കാൽനട യാത്രക്കാർക്ക് മാത്രമാണ് അതിർത്തി കടക്കാൻ അനുമതിയുള്ളത്. നീതിന്യായ വ്യവസ്ഥയുടെ 223 വർഷത്തെ ചരിത്രം പേറുന്ന തലശ്ശേരി കോടതിക്ക് ഇനി പുതിയ കെട്ടിടം. ആധുനിക രീതിയിൽ പണിത പുതിയ ജില്ലാ കോടതി കെട്ടിട സമുച്ചയം 25-ന് ഉദ്ഘാടനം ചെയ്യപ്പെടും. ദേശീയപാതയോരത്ത് അറബിക്കടലിന് അഭിമുഖമായി 8 നിലകളിലായാണ് പുതിയ കെട്ടിട സമുച്ചയം ഉദ്ഘാടനത്തിന് ഒരുങ്ങി നിൽക്കുന്നത്. ചരിത്രത്തിന്റെ അവശേഷിപ്പുകൾ നിലനിൽക്കുന്ന തലശ്ശേരിയിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് പണിത ജില്ലാ കോടതിയുടെ ആധുനിക രീതിയിൽ നിർമ്മിച്ച പുതിയ കോടതി കെട്ടിട സമുച്ചയം ഉദ്ഘാടനത്തിനൊരുങ്ങി. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മനോഹരമായ കോടതി കെട്ടിട സമുച്ചയങ്ങളിൽ ഒന്നുകൂടിയാണ് തലശ്ശേരിയിലേത്. ദേശീയപാതയ്ക്കരികിൽ 4 ഏക്കർ ഭൂമിയിൽ 8 നിലയിലായി അറബിക്കടലിന് അഭിമുഖമായാണ് ആധുനിക സൗകര്യങ്ങളോടെ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ലാണ് തലശ്ശേരി കോടതി ആരംഭിച്ചത്. കൂർഗ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അക്കാലത്ത് തലശ്ശേരി കോടതിയുടെ അധികാര പരിധിയിലായിരുന്നു. ആ പഴമയുടെ അവശേഷിപ്പുകൾ ഇന്നും കോടതി കെട്ടിടങ്ങളിൽ കാണാൻ കഴിയും. പ്രധാനമായും ജില്ലാ സെഷൻസ് കോടതി മുറിയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇരിപ്പിടവും ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച കൂറ്റൻ വിശറിയുടെ ഭാഗങ്ങളും കേസുകളുടെ ഭാണ്ഡക്കെട്ടുകൾ ഉൾക്കൊള്ളുന്ന റെക്കോർഡ് മുറിയും ഇന്നും കോടതിയിലുണ്ട്. പുതിയ കോടതി കെട്ടിട സമുച്ചയം എല്ലാവിധ സൗകര്യങ്ങളോടെയാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി KT നിസാർ അഹമ്മദ് പറഞ്ഞു. ജനുവരി 25-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ കെട്ടിടത്തിന്റെയും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാർ കോടതികളുടെ പ്രവർത്തനോദ്ഘാടനവും നിർവഹിക്കും. നിലവിലെ പൈതൃക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി, മുൻസിഫ് കോടതി, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഒഴികെയുള്ള മറ്റെല്ലാ കോടതികളും പുതിയ സമുച്ചയത്തിലേക്ക് മാറും. കതിരൂരിലെ ബന്ധുവീട്ടിൽ നിന്നും മൊബൈൽ ഫോൺ കവർന്ന യുവാവ് പിടിയിൽ. മോഷ്ടിച്ച മൊബൈൽ തലശ്ശേരിയിലെ ഷോപ്പിൽ വിൽപ്പന നടത്താൻ എത്തിയപ്പോഴാണ് കതിരൂർ 5-ാം മൈൽ സ്വദേശി N വിജിൽ പിടിയിലാവുന്നത്. തിങ്കളാഴ്ചയാണ് ഇയാൾ മൊബൈൽ കവർന്നത്. മൊബൈൽ കവർന്ന യുവാവ് മൊബൈൽ ഷോപ്പുകാരുടെ ജാഗ്രതയിൽ പിടിയിൽ. ബന്ധുവീട്ടിൽ നിന്നും സ്ത്രീയുടെ 9,000 രൂപ വില വരുന്ന മൊബൈൽ കവർച്ച നടത്തിയ യുവാവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കതിരൂർ 5-ാം മൈലിലെ കൊയ്യാൽ വീട്ടിൽ N വിജിലിനെയാണ് കതിരൂർ പോലീസ് പിടികൂടിയത്. തലശ്ശേരിയിലെ ഒരു കടയിൽ മോഷണം നടത്തിയ മൊബൈൽ വിൽക്കുന്നതിനിടയിലാണ് പിടിയിലായത്. കതിരൂർ 5-ാം മൈലിലെ C ഷർമലയുടെ മൊബൈൽ ഫോണാണ്
ഇയാൾ ബന്ധുവീട്ടിൽ നിന്നും തിങ്കളാഴ്ച പകൽ കവർന്നത്. കൂടുതൽ വാർത്തകൾ ചെറിയൊരു ഇടവേള കഴിഞ്ഞ്. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, തലശ്ശേരി, കണ്ണൂർ, കോഴിക്കോട്. അതെ, മണ്ഡലത്തിൽ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്താലേ പാർട്ടിക്ക് പുരോഗതി ഉണ്ടാകും. അങ്ങനെ നമ്മളൊന്നും ചെയ്തില്ല എന്ന് പറയരുത്. കഴിഞ്ഞ തവണ നമ്മുടെ മണ്ഡലത്തിലെ ഒട്ടുമിക്ക വീടുകളിലും ടൈൽസ് ഇട്ട് കൊടുത്തു. എല്ലാ കൊല്ലവും ചെയ്തു കൊടുക്കാൻ നമ്മുടെ ഫണ്ട് വേണ്ടേ? ബഹളം നിർത്ത്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണ ടൈലിടാത്ത എല്ലാ വീടുകളിലും ഇപ്രാവശ്യവും നമ്മള് ടൈല് വിരിച്ചു കൊടുക്കുന്നതായിരിക്കും. പോരെ? അല്ല പറ, ഇത്തവണ ABCന്റെ ഓഫർ ഉണ്ടല്ലേ? പിന്നല്ലാതെ. ABCയുടെ ഓഫർ ഉള്ളപ്പോ ഞാനിങ്ങനെ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ ജയ് വിളിക്കേണ്ടത് മെമ്പർക്കല്ല, ABCക്കാ. ABC ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു ABC മെഗാ സെയിൽ. ഇനി ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം 1 പവൻ സ്വർണത്തിന്റെ വിലയിൽ. ലോകോത്തര ബ്രാൻഡുകൾ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ, അതിവിപുലമായ കളക്ഷൻ, അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും. ABC മെഗാ സെയിൽ. ഇനി ആദ്യം വാങ്ങാം, ലാഭത്തിൽ വാങ്ങാം. ഈ ഓഫർ ABC മൈ ഹോം, ABC സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം. അമ്മ, കല്യാണത്തിന് ഇനി 10 ദിവസം കൂടി ഉള്ളൂ. നാളെയെങ്കിലും ഡ്രസ് വാങ്ങിച്ചില്ലെങ്കിൽ എങ്ങനെയാ? എന്റെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു. നിന്റെ എന്തായി? ഇതാണ് എന്റെ വെഡിങ് സാരി. നോക്ക്, കാഞ്ചീപുരം എങ്ങനെയുണ്ട്? ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്. മനസ്സ് കണ്ടറിയും ഇഷ്ടങ്ങൾ. സെഞ്ചുറി ഫാഷൻ സിറ്റി. തലശ്ശേരിയിലെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ, അവയെല്ലാം വർണ്ണാഭമാക്കുന്ന ഒരു പേരുണ്ട്: ലോറൽ ഗാർഡൻ. ആഘോഷങ്ങൾ പലതാണ്. അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന പാക്കേജുകളാണ് ലോറൽ ഗാർഡൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. കല്യാണം, റിംഗ് എക്സ്ചേഞ്ച്, റിസപ്ഷൻ എന്നിവയ്ക്കായി വ്യത്യസ്തമായ പാക്കേജുകളുണ്ട്. ലോറൽ ഗാർഡൻ, ഉസൻമൊട്ട, ന്യൂ മാഹി, തലശ്ശേരി. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ.
പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. മൊകേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS മൃഗസംരക്ഷണ മേഖലയിലെ CEF ഫണ്ട് ഉപയോഗിച്ച് സംരംഭകർക്ക് കോഴിയും കോഴിക്കൂടും വിതരണം ചെയ്തു. പഞ്ചായത്തിലെ 13 കുടുംബശ്രീ സംരംഭകർക്ക് സബ്സിഡി നിരക്കിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷൻ കോർഡിനേറ്റർ MV ജയൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പലപ്പോഴും നമ്മുടെ പ്രതിരോധങ്ങൾ നമ്മൾ ഉയർത്തിയെടുക്കുകയാണ്. വേലിക്കെട്ടുകൾ നമുക്ക് പണിയുകയാണ് അല്ലേ? നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ അല്ലേ? അങ്ങനല്ലേ? ഉള്ളൂരിൻ്റെ പ്രേമസംഗീതത്തിൽ അത് വളരെ ഗംഭീരമായിട്ടല്ലേ, നമുക്കു നാമേ പണിവത് നാഗം നരകവും അതുപോലെ അല്ലേ? അല്ലേ? അങ്ങനല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത്, മനുഷ്യൻ ശ്രമിക്കേണ്ടത് അവൻ്റെ ലഭ്യമായ വിഭവ സ്രോതസ്സുകളെ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ അല്ലെങ്കിൽ അവൻ്റെ മുന്നിൽ ഉയർന്നു നിൽക്കുന്ന പ്രതിരോധങ്ങളെ തട്ടിമാറ്റാനും വേലിക്കെട്ടുകളെ പൊളിച്ചെടുക്കാനും നമുക്ക് കഴിയണം. അതിനുള്ള മനസ്സുണ്ടാകണം. നമുക്ക് മനസ്സുണ്ടെങ്കിൽ ആധുനികമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലേ, നമുക്ക് ഭൂമിയിലേക്ക് പരപ്പ് ആവശ്യം നമുക്ക് അതിരുകൾ നിർണ്ണയിച്ചിട്ടുള്ളൂ അല്ലേ? ഭൂമിയുടെ പരപ്പിൽ നമ്മളെ അതിർത്തി നിർണ്ണയിച്ചിട്ടുണ്ട്, വേലിക്കെട്ടുകൾ തീർത്തിട്ടുണ്ട്, അത് തീർച്ചയാണ്. പക്ഷേ മേലോട്ടില്ല. അപ്പോൾ ഈ ലെയർ കോഴികളെ വേണമെങ്കിൽ നമുക്ക് 1, 2, 3, 4 ലെയറുകളാക്കി വളർത്താം. പഞ്ചായത്തിലെ 13 കുടുംബശ്രീ സംരംഭകർക്ക് സബ്സിഡി നിരക്കിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മൊകേരി പഞ്ചായത്ത് പ്രസിഡന്റ് P. വത്സൻ അധ്യക്ഷനായി. CDS ചെയർപേഴ്സൺ KK പ്രസനി സ്വാഗതം പറഞ്ഞു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV മുകുന്ദൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP ഷൈനി, വെറ്റിനറി ഡോക്ടർ RJ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. CDS വൈസ് ചെയർപേഴ്സൺ V. ഷകില നന്ദി പറഞ്ഞു. മൊകേരി പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ മൊകേരി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം പദ്ധതിയുടെ ഭാഗമായുള്ള കോഴി വിതരണവും വെറ്റിനറി ഡോക്ടറുടെ നേതൃത്വത്തിൽ നടന്നു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന സാഹസ് മഹിളാ കേരള യാത്രക്ക് പാനൂരിൽ സ്വീകരണം നൽകി. പാനൂർ, കരിയാട്, പെരിങ്ങളം മഹിളാ കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലായിരുന്നു സ്വീകരണം നൽകിയത്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന സാഹസ് മഹിളാ കേരള യാത്രയ്ക്ക് പാനൂരിൽ സ്വീകരണം നൽകി. മുഹമ്മദ് ഷമാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അച്ഛന്റെയും അമ്മയുടെയും സഹോദരിമാരുടെയും കണ്ണീരിന് വില കൽപ്പിക്കാത്ത ആ പെരിയ കല്യോട്ട് നാടിന്റെ ഒന്നാകെയുള്ള വികാരത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത മനസ്സാക്ഷി മരവിച്ച ഒരു ഭരണകൂടവും അതിന്റെ പാർട്ടി നേതാക്കന്മാരും ഇന്നും മുന്നോട്ട് പോവുകയാണ്. കൂത്തുപറമ്പിലെ പാനൂരിൽ വന്ന് കൊലപാതക രാഷ്ട്രീയത്തിന്റെ അതിന്റെ ഭീകരതയെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. എത്രയോ സംഭവവികാസങ്ങൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത സംഭവവികാസങ്ങൾക്ക് സാക്ഷിയായ മണ്ണാണ് ഈ പാനൂരിന്റെ മണ്ണ്. ഈ പറഞ്ഞ അക്രമ രാഷ്ട്രീയത്തിന്റെ, കൊലപാതക രാഷ്ട്രീയത്തിന്റെ പേരിൽ ഈ നാട്ടിലെ ജനങ്ങൾ തലകുത്തല പിടിച്ച് നടന്ന എത്രയോ നാളുകൾ ഈ നാടിനകത്തുണ്ടായിട്ടുണ്ട്. പാനൂരുകാരനാണ് എന്ന് പറയാൻ നാണക്കേട് കൊണ്ട് തലകുനിച്ച് നടന്ന സാഹചര്യം ഈ നാട്ടിലെ സാധാരണക്കാരുണ്ടായിട്ടുണ്ട്. ആ നാട്ടിൽ അതിന് സമാനമായുള്ള കാസർഗോട്ടെ വിഷയം, പെരിയയിലെ കല്യോട്ടിലെ ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കൊലപാതകം, എന്നിട്ട് ഇപ്പൊ എന്താ ഏറ്റവും ഒടുവിൽ ഈ വാർത്ത കണ്ണൂർ ജില്ലയിലേക്ക് ഈ ജാഥ കടന്നു വന്നപ്പോ പെരിയയിൽ നിന്ന് പുറത്തു വന്ന മറ്റൊരു വാർത്തയും കൂടെ ഉണ്ട്. മഹിളാ കോൺഗ്രസ് പാനൂർ മണ്ഡലം പ്രസിഡന്റ് വിജിന സജീവ് അധ്യക്ഷയായി. അഡ്വക്കേറ്റ് ജെബി മേത്തർ MP മുഖ്യപ്രഭാഷണം നടത്തി. കേരളത്തിലെ അമ്മമാർ ഒന്നടങ്കം ചെറുത്തുനിൽപ്പിനാണ് ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരെ, CPM-ന്റെ അരുങ്കൊല രാഷ്ട്രീയത്തിനെതിരെ. പക്ഷെ ആ സമയത്താണ്
കേരളത്തിലെ അമ്മമാരെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ഇവർ ഈ കൊലപാതകികൾക്കായി ജയിലിൽ പോയി അഭിവാദ്യം അർപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹപ്രവർത്തകരെ, എന്നെ കേൾക്കുന്ന CPM-ന്റെ ഇവിടെ നേതാക്കന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടുകൂടി തന്നെയാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ കേരളത്തിൽ സ്ത്രീകൾക്ക് ഇന്ന് സുരക്ഷിതത്വമുണ്ടോ? നിങ്ങളുടെയൊക്കെ വീടുകളിലുമില്ലേ അമ്മമാരും സഹോദരിമാരും പെൺമക്കളും ഒക്കെ? ആ വാളയാറിലെ അമ്മ 2 പിഞ്ചോമനകളെ ജീവൻ പൊലിഞ്ഞ ആ വേദനയിൽ ജീവിക്കുമ്പോൾ ആ അമ്മയ്ക്കെതിരെ കേസെടുക്കാൻ മുതിരുന്ന പോലീസും ആഭ്യന്തര വകുപ്പുമാണ് നമ്മൾ കാണുന്നത്. വണ്ടിപ്പെരിയാറിലെ 5 വയസ്സുള്ള ആ പിഞ്ചോമനയെ പലവട്ടം പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയ DYFI നേതാവിനെ സംരക്ഷണ കവചം ഒരുക്കുകയാണ് പ്രോസിക്യൂഷനും പോലീസും. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ആ പാവം ദളിത് പെൺകുട്ടിയെ, ഒരു കായിക താരത്തെ 64 പേർ ആളുകൾ ചേർന്ന് 5 വർഷത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ, ആശുപത്രി കിടക്കയിൽ പോലും 5 പേർ ആ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ സുരക്ഷ എത്ര? സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി രമാനന്ദ്, സംസ്ഥാന സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ജയലക്ഷ്മി, ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ, ബ്ലോക്ക് പ്രസിഡന്റ് KC ബിന്ദു, സെക്രട്ടറിമാരായ ഷീന ഭാസ്കർ, നിഷിത ചന്ദ്രൻ, KPCC അംഗം V സുരേന്ദ്രൻ, DCC സെക്രട്ടറിമാരായ KP സാജു, സന്തോഷ് കണ്ണമ്പള്ളി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ TK അശോകൻ, TH നാരായണൻ, സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. പെരിങ്ങളം മണ്ഡലം പ്രസിഡന്റ് TP പ്രജിഷ സ്വാഗതവും കരിയാട് മണ്ഡലം പ്രസിഡന്റ് സുപ്രിയ കരിയാട് നന്ദിയും പറഞ്ഞു. സുരക്ഷാ വിദ്യാലയ പദ്ധതിയുടെ ഭാഗമായി ചമ്പാട് കുന്നുമ്മൽ UP സ്കൂളിൽ അഗ്നിസുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പാനൂർ അഗ്നിരക്ഷാ നിലയവുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. പാനൂർ ഫയർഫോഴ്സ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ദിവകുമാർ ക്ലാസ് എടുത്തു. ആപത്ഘട്ടങ്ങളിൽ പതറാതെ മനോധൈര്യത്തോടെ പ്രശ്നത്തെ എങ്ങനെ അഭിമുഖീകരിക്കാമെന്നത് ഡെമോൺസ്ട്രേഷനിലൂടെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അദ്ദേഹം മനസ്സിലാക്കി കൊടുത്തു. എല്ലാവരും നമുക്ക് ഇങ്ങനെ ചെരിഞ്ഞ് നിർത്തിയിട്ട് ഇങ്ങനെ നോക്കാൻ പറ്റും. ചെരിഞ്ഞ് നിർത്തിയിട്ട് കൈ ഇവിടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അറ്റ് എ ടൈം 3 കാര്യം നമുക്ക് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുമ്പോൾ മുഖത്ത് ഫീൽ ചെയ്യും, ശ്വസിക്കുന്നുണ്ടെ മുഖത്ത് ഫീൽ ചെയ്യും. അതോടൊപ്പം ചെരിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് ചെസ്റ്റ് കാണാനും പറ്റും. ആ സമയം തന്നെ നമുക്ക് വിരൽ വെച്ചിട്ട് കാർബോട്ട് പൾസ് നോക്കാനും പറ്റും. അറ്റ് എ ടൈം 3 കാര്യം ഇതൊക്കെ പെട്ടെന്ന് ചെയ്യണം അല്ലേ? അതുകൊണ്ടാണ് ഒരേ സമയം നോക്കുന്നത്. ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് കൃത്രിമ ശ്വാസം കൊടുക്കാൻ പറ്റും. ഇത് 3 പരിശോധനയും കഴിഞ്ഞ് 3 നെഗറ്റീവാണ്. ഒന്നുമില്ല, ശ്വാസമില്ല, നമ്മളോട് റെസ്പോൺസ് ഇല്ല, അതോടൊപ്പം പൾസും കിട്ടുന്നില്ല. 3 ഇല്ല. 3 ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഹൃദയം പ്രവർത്തിക്കുന്നില്ല. ഹൃദയം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പൾസൊക്കെ ഉണ്ടാവും അല്ലേ? ഓക്കെ. ഇത് 3 ഇല്ലെങ്കിൽ നമ്മൾ ഉടനെ CPR ആരംഭിക്കണം. CPR ആരംഭിക്കുമ്പോൾ നമ്മൾ പ്രസ് ചെയ്യേണ്ടത് ഈ ചെസ്റ്റിൻ്റെ സെൻട്രലായിട്ട് പ്രസ് ചെയ്യണം. റിബ്സ് അവസാനിക്കുന്ന, വാരിയിൽ അവസാനിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, സ്റ്റേണം എന്നാണ് സ്ഥലത്തിന് പറയും. സ്റ്റേണം, ആ സ്ഥലത്ത് വേണം നമ്മൾ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയും ഒരു പ്ലസ് വരക്കുകയാണെങ്കിൽ, വരക്കൊന്നും വേണ്ട, ഒരു സങ്കല്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സങ്കല്പ വര നമ്മൾ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലസിൻ്റെ മധ്യഭാഗം വേണം പ്രസ് ചെയ്യാൻ വേണ്ടി. പ്രസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഏത് കൈയാണോ പവറുള്ള ആ കൈ ഫ്രണ്ടിൽ വെക്കുക. എന്നിട്ട് മറ്റേ കൈ കൊണ്ട് ലോക്ക് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് ഈ ഒരു ഭാഗം കൊണ്ടുമാണ് പ്രസ് ചെയ്യാൻ പാടില്ല. പ്രസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കൈ ഫ്രണ്ട് ഒന്നും ആവാൻ പാടില്ല, സ്ട്രെയിറ്റ് ആയിരിക്കണം, ഫുൾ ഫോഴ്സ് കൊടുക്കണം. നമ്മൾ കർണത്തിലാണ് വെച്ചിട്ട് ചെയ്യുന്നത്. ഇത് മേശപ്പുറത്ത് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഈ രീതിയിൽ പ്രസ് ചെയ്യണം, കയ്യൊന്നും ബെൻഡ് ചെയ്യാതെ. വെറും കൈയുടെ ഫോഴ്സ് മാത്രമല്ല, നമ്മുടെ ഹിപ്പ് മുതലുള്ള ബോഡി വെയിറ്റാണ് ഇയാൾക്ക് കൊടുക്കുന്നത്. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഏകദേശം 5 സെന്റിമീറ്റർ ഡെപ്തിൽ കൈ താഴണം. 5 സെന്റിമീറ്റർ ഡെപ്തിൽ താഴണം, എങ്കിൽ മാത്രമേ ഹൃദയത്തിന് വേണ്ടുന്ന പ്രഷർ കിട്ടുള്ളൂ. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ സനൂപ്, മിഥുൻ എന്നിവരും നേതൃത്വം നൽകി. പ്രധാനാധ്യാപകൻ KA ശരത്ത് അധ്യക്ഷത വഹിച്ചു. CK ദൃശ്യ സ്വാഗതവും റിനിഷ മഠത്തിൽ നന്ദിയും പറഞ്ഞു. മാഹി കോഓപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജിയുടെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായി നടന്നുവന്ന 17 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു.
18ഓളം ടീമുകൾ മാറ്റിവെച്ച ടൂർണമെന്റിൽ ഇന്ത്യൻ ആരോസ് കണ്ണൂർ കപ്പ് ഉയർത്തി. വിജയികൾക്കുള്ള 10,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും ട്രോഫിയും മാഹി MLA രമേശ് പറമ്പത്ത് കൈമാറി. മാഹി കോഓപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജിയുടെ ഭാഗമായി ഇത്തരത്തിലുള്ള ഒരു മാച്ച് തീർച്ചയായും ഇന്നത്തെ കാലഘട്ടത്തിലേറെ അനിവാര്യമായ ഒരു ഘടകമാണ്. മിക്ക ക്ലബ്ബുകളും മിക്ക കലാകേന്ദ്രങ്ങളും ഇപ്പോഴേ ഇങ്ങനെയുള്ള പരിപാടികളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ചെറുപ്പക്കാരെയും ഈ പ്രായത്തിലുള്ള കുട്ടികളെയൊക്കെ ഏകോപിപ്പിച്ചു കൊണ്ടുവന്ന് അവരെ സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ ഉള്ള ശ്രമം നമുക്ക് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ ഒരുപാട് ഡിവൈസുകൾ, ഇപ്പോൾ ഡിജിറ്റൽ മേഖലകളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കൺമുന്നിലുള്ളത് കൊണ്ട് ചെറിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാ ആളുകളും അതിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു രീതിയാണ് അവലംബിക്കുന്നത്. സംസാരിക്കാനും പെരുമാറാനും അയൽപക്കത്തുള്ള ആളുകളോട് പെരുമാറാനും ഒക്കെ സമയം കാണാത്തൊരു ചുറ്റുപാട്. റണ്ണറപ്പ് ട്രോഫിയും 5,000 രൂപയും പ്രശസ്തി പത്രവും മാഹി മുൻ ആഭ്യന്തരമന്ത്രിയും കോളേജ് ചെയർമാനുമായ ഇ വത്സരാജ് ഗ്രീൻ ട്രാക്ക് വടകര ടീമിന് കൈമാറി. പ്രവർത്തനം പൂർണ്ണമായ നിലയിലെത്തിയിട്ടില്ല. പക്ഷെ അവിടെ ഉപയോഗിച്ച പലതും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം കളിയുമായി ബന്ധമുള്ള നിങ്ങൾ ആ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ അവസ്ഥ മനസ്സിലാക്കണം. കാരണം അതിൽ വിരിച്ചത്, തറയിൽ വിരിച്ചത് മേപ്പിൾ വുഡ് എന്ന വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. അതിന് മാത്രം 2 കോടിയിൽ പരം ഉറപ്പിക്കുക അന്ന് ചെലവഴിച്ചു എന്നാണ് അറിയാൻ സാധിച്ചിരുന്നത്. അപ്പോൾ പണ്ട് ഇത് തുടങ്ങിയ സമയത്ത് പലരും തന്നെ ഇതെന്തിന്റെ ആവശ്യമാണ്, ഇത് വേണോ എന്ന് ചോദിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഏകദേശം 200ഓളം ആളുകൾ രാവിലെയും വൈകുന്നേരവും അവിടെ കളിക്കാൻ വരുന്നുണ്ട്. എത്ര കളിച്ചാലും ക്ഷീണമുണ്ടാവാത്ത ഒരു തറ അവിടെ സംജാതമായത് കൊണ്ടാണ് ഇതൊക്കെ സാധ്യമാവുന്നത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ CG ലക്ഷ്മി ദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോളേജ് പ്രസിഡന്റ് സജിത്ത് നാരായണൻ, വൈസ് പ്രസിഡന്റ് ശ്രീജേഷ് എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ ഷഹീൽ സ്വാഗതവും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ആദർശ നന്ദിയും പറഞ്ഞു. CPIM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി മേനപ്രം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളി സംഗമം സംഘടിപ്പിച്ചു. 100 ദിനം തൊഴിൽ പൂർത്തിയാക്കിയ തൊഴിലാളികളെ ഉപഹാരം നൽകി ആദരിക്കലും ചടങ്ങിൽ നടന്നു. ആദരവ് പരിപാടി CPM ജില്ലാ കമ്മിറ്റി അംഗം ടി ഷബ്ന ഉദ്ഘാടനം ചെയ്തു. വസന്ത KK ടി 100 ദിവസം പൂർത്തിയായതോ 60 തൊഴിലാളികൾക്ക് എത്ര പൈസ തന്നെ കിട്ടിയാൽ കൈവൊക്കെ എല്ലാവർക്കും കിട്ടിനി. ഈ ആളെല്ലാവർക്കും വോട്ട് ചെയ്ത് ഇപ്രാവശ്യം എല്ലാരും ചെയ്തിന്. പക്ഷെ വോട്ട് എടിയ പോയിട്ട് നമ്മളെ ആരാ ജയിച്ചേ? 17 ആളോ 18 ആളോ 19 ആളോ 20 ആളെയല്ല നമ്മൾ ഇവിടുന്ന് അയച്ചു കൊടുത്തിട്ട് ആടെ പോയിട്ട് ഇങ്ങളെ കാര്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ശബ്ദിക്കുന്നുണ്ടോ? ഇങ്ങളെ കാര്യത്തിന് വേണ്ടിയിട്ട് ആടെ ഒരു കാര്യവും ഇവർ ചെയ്യുന്നില്ല. തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇത്ര ലക്ഷം പേരുണ്ട്, കുടുംബശ്രീയിൽ അംഗങ്ങൾ ഇത്ര ലക്ഷം പേരുണ്ട്. ഈ പറയുന്ന രീതിയിൽ എല്ലാ മാറ്റങ്ങളും ഉണ്ടാക്കിയ സർക്കാർ ഒരു ഭാഗത്തുനിന്ന് പോകുമ്പോഴും ആരുടെയൊക്കെയോ വർത്തമാനത്തിന്റെ ഭാഗമായിട്ട് വിശ്വസിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്തൊക്കെയോ വിശ്വസിച്ചിട്ട് നടക്കുക. നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ചോളൂ. ഈ പറയുന്ന നിങ്ങളുടെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ പദ്ധതികൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ജീവിത രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന എല്ലാ പദ്ധതികളും, എല്ലാ പൈസ തരേണ്ട പൈസ അടക്കം പിടിച്ചു വെക്കുന്ന നയങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു 2-3 കൊല്ലം കഴിഞ്ഞാൽ തൊഴിലുറപ്പ് എന്ന് പറയുന്ന സംവിധാനം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കളി കളിക്കുന്നത്. ടി ജയേഷ്, NB സജിത, കെ സജീവൻ, KP ഷിനോജ്, KP ഷമീന എന്നിവർ സംസാരിച്ചു. A ഉഷ സ്വാഗതവും KT കമല നന്ദിയും പറഞ്ഞു. തെലങ്കാനയിൽ നടന്ന ദേശീയ സോഫ്റ്റ് ബേസ്ബോൾ ടൂർണമെന്റിൽ ചാമ്പ്യന്മാരായ കേരള ടീം അംഗം ഉമ്മത്തൂരിലെ N മിഷാലിനെ പാനൂരിൽ ആദരിച്ചു.
കൊളവല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1975-76 SSLC ബാച്ചാണ് ആദരായനം സംഘടിപ്പിച്ചത്. പാനൂർ IMA ഹാളിലാണ് ആദരായനം നടന്നത്. അഹമ്മദ് പുന്നക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പല പ്രസ്ഥാനങ്ങളുടെയും വലിയ നേതാക്കന്മാരും സാരഥികളായിരിക്കും. പക്ഷേ നമുക്ക് ഇത്ര സന്തോഷം പകരുന്ന ഒരു വേദി ഉണ്ടാവില്ല എന്ന് അവിടെയാണ് നമ്മളെ നാണുവിൻ്റെ ഒരു മര്യാദിക്കാൻ പറ്റില്ല. ഏത് സംഘടന ഏത് പ്രസ്ഥാനവും നിലനിൽക്കുന്നതും മുന്നോട്ട് പോകുന്നതും അതിൻ്റെ നേതാക്കന്മാരുടെ അടിസ്ഥാനം. ഏത് പാർട്ടി ഏത് സംഘടനയാണ്. അപ്പം നമ്മളെ 75 ഗ്രൂപ്പ് ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു 10-12 ആളുകളെ ഞാൻ വരുമ്പം പ്രതീക്ഷിച്ചുള്ളൂ. കാരണം നമ്മൾ ഈ സംഘടിപ്പിക്കുന്ന ഒരു പണിയെടുക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഇത്തര മെനക്കെട്ട് സംഘടിപ്പിച്ചു കഴിഞ്ഞാലും ഈ ഒരു സംഘടനയ്ക്ക് ആളുകൾ കിട്ടാനുള്ള പ്രയാസം നമുക്കാണ്. 32 ആളുകൾ സംഘടിപ്പിക്കും. ആണോ ഞാൻ എന്താ വിശേഷിപ്പിക്കുന്ന സംഘാടന രംഗത്തെ സാധാരണ ഒരു മാന്ത്രികനാണ്. അപ്പം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നാളിനും മറുപടി, എന്ത് സംശയം ചോദിച്ചാൽ മറുപടി. അങ്ങനെയുള്ള ഒരു ലീഡർഷിപ്പ് അവരെ സഹായിക്കാൻ ഡോക്ടറും ഇതയും എല്ലാവരും ഉള്ളത് നമ്മൾ ഒരു ഗ്രൂപ്പിൻ്റെ. തുടർന്ന് അദ്ദേഹം മിഷാലിനെ ഉപഹാരം നൽകി ആദരിച്ചു. 1975-76 SSLC ബാച്ച് ഗ്രൂപ്പ് അംഗം കൂടിയായ ഉമ്മത്തൂരിലെ TK ഹംസയുടെ മകനാണ് മിഷാൽ. RB ഹസൻ അധ്യക്ഷത വഹിച്ചു. കോട്ടാണി നാണു മാസ്റ്റർ, ഡോക്ടർ V ഹസൻ, ചന്ദ്രമോഹൻ പാലത്തായി, T രവീന്ദ്രൻ, സ്നേഹസുദ്ധ, PK ഉഷ, PK പുരുഷു, മൈമൂനത്ത്, KP നന്ദകുമാർ, OK രാമകൃഷ്ണൻ, BP ബാലൻ, കോമളൻ, K കരുണൻ, CK രാജൻ എന്നിവർ സംസാരിച്ചു. മിഷാൽ മറുപടി പ്രസംഗം നടത്തി. കണ്ണൻ K പൊയിലൂരിന്റെ പ്രകൃതിയുടെ രൗദ്രം മ്യൂസിക്കൽ വീഡിയോ ആൽബത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. മുൻ MP പന്ന്യൻ രവീന്ദ്രൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. എൻ്റെ സുഹൃത്ത് കണ്ണനും ഇപ്പം തികഞ്ഞ യാഥാർത്ഥ്യമാണ് നമ്മളെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആ യാഥാർത്ഥ്യം നമ്മൾ കാണുന്നുണ്ട്, നമുക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഉൾക്കൊള്ളണം എന്നാണ് ഇപ്പം സംഭവങ്ങൾ നമ്മളോട് പഠിപ്പിക്കുന്നത്. നാട്ടിൽ ഒരിക്കലും സംഭവിച്ചുകൂടാത്ത ഉരുൾപൊട്ടൽ വരുന്നു, വലിയ പാറക്കൂട്ടങ്ങൾ വന്ന് സ്കൂളുകൾ നേരെ കൊണ്ടുപോകുന്നു, ഒരുപാട് കുടുംബങ്ങൾ ജീവിച്ചിരുന്നതിൻ്റെ സാക്ഷ്യപത്രമില്ലാതെ നഷ്ടപ്പെടുന്നു. അങ്ങനൊരു നാടായി നമ്മുടെ നാട് മാറുക. എല്ലാം നമുക്ക് കിട്ടും എന്നൊരു ധാരണയിൽ, ഒരു മിഥ്യാധാരണയിൽ നമ്മൾ കഴിയുക. ഈ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെ വളരെ ലളിതമായി നമ്മോട് പറഞ്ഞു തരിക. ഈ കവിതയുടെ ആൽബം എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ മനസ്സിൻ്റെ രോദനമാണ്. ആ രോദനമാണ് ഇവിടെ കവിതയാദ്യം അവതരിപ്പിച്ചിരിക്കുന്നത്. വരികളുടെ വലിയ കസർത്തുകളല്ല, യാഥാർത്ഥ്യങ്ങളുടെ കൂടിച്ചേരലാണ് ഈ കവിതയായി ഇവിടെ വന്നിരിക്കുന്നത്. യാഥാർത്ഥ്യങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. നമ്മൾ ഒരുപാട് നടന്ന് പൊരിവേരത്ത് വരുമ്പോൾ ഒരു വലിയ ആൽമരം കണ്ടാൽ നമ്മൾ ആൽമരത്തിൻ്റെ ചുവട്ടിൽ പോയി നിൽക്കും. നമ്മൾ വെയിൽ കൊണ്ട് വിയർത്ത് ക്ഷീണിച്ച് വരുമ്പം ആശ്വാസം ആ ആൽമരമാണ്. ആൽമരത്തെ മുറിക്കാൻ നമുക്ക് ഒരു ദാക്ഷിണ്യമില്ല. നാളെ ആൽമരം പോയാലുള്ള സ്ഥിതി എന്താണെന്ന് നമ്മൾ നോക്കില്ല. നമുക്ക് ദോഷകരമായി വരുമെന്ന് നമ്മൾ ധരിക്കുന്ന പൊരിവെയിലിനെ തടുക്കുന്ന ആ ആൽമരത്തെക്കുറിച്ച് നമുക്ക് ആലോചനയില്ല. ദിനേശൻ പൊയിലൂർ അധ്യക്ഷത വഹിച്ചു. ഇവിടെ നടക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട വിവേട്ടനാണ്, പന്നിയിൽ നിന്നാണ് ഉച്ചോൺ കർമ്മം നിർവഹിക്കുന്നത്. നമുക്കറിയാം, നമുക്കിടയിൽ ഒരുപാട് പ്രകൃതി സ്നേഹികളുണ്ട്. പക്ഷേ സർഗാത്മകതയുള്ള അല്ലെങ്കിൽ കവിതാ വാസനയുള്ള ആളുകൾ പ്രകൃതി സ്നേഹികളാവുമ്പോൾ അവരുടെ തുമ്പിൽ വിരിഞ്ഞുന്ന അക്ഷരങ്ങളാണ്, കവിതകളാണ് ഇതേ രീതിയിലുള്ള ആളുകൾക്കുള്ള ഉണർത്തുപാട്ടുകളായിട്ട് മാറുന്നത്. സംവിധായകൻ ഷാജർ സ്വാഗതം പറഞ്ഞു. കണ്ണൻ K പൊയിലൂരാണ് ഈ പാട്ട്, ഈ കവിത എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ ഉടനെ തുടങ്ങും. എൻ്റെ പേര് ഷാജർ, താമരശ്ശേരിയാണ് വീട്. ഞാനാണത് സംവിധാനം ചെയ്യുന്നത്.
അപ്പോൾ ഇന്ന് പന്നിൻ രവീന്ദ്രൻ സാറിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഞങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം കഴിഞ്ഞു. പന്നിൻ രവീന്ദ്രൻ സാറ് വ്യക്തമായിട്ട് അതിനെപ്പറ്റി ആ കവിത കേട്ടു, നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കവിതയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. ഉടനെ റിലീസിനൊരുങ്ങുന്ന പ്രകൃതിയുടെ രൗദ്രം മ്യൂസിക്കൽ ആൽബം കവിത സംഗീത സംവിധായകൻ സലാം വിരോളിയാണ് സംവിധാനം നിർവഹിക്കുന്നത്. പ്രകൃതിയുടെ കണ്ണുനീർ തുകച്ചു നീക്കാം, സുസ്ഥിര വികസനം എന്ന ആശയം നമുക്ക് നഷ്ടപ്പെട്ടാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് മനുഷ്യരാശിയുടെ ഭാവിയാണ്. പച്ചയുടെ പ്രാധാന്യം മനസ്സിലാക്കി നാം മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. ജലം ജീവൻ എന്ന ഓർമ്മ നമുക്ക് എന്നും ഉണ്ടാകണം എന്നീ ആശയങ്ങൾ സമൂഹത്തിൽ എത്തിക്കുകയാണ് കവിതയുടെ ലക്ഷ്യം. എല്ലാവർക്കും നമസ്കാരം. ഈ പ്രകൃതിയുടെ രൗദ്രം എന്ന ഈ കവിത എന്നെ എഴുതാൻ പ്രചരിപ്പിച്ചത് നമ്മുടെ നാടിൻ്റെ ദയനീയ അവസ്ഥയാണ്. കാരണം ഒരു ദിവസം എൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടി തന്നെ ഒരു 10-100 ലോറികൾ പാറകൾ പൊട്ടിച്ചിങ്ങനെ പോകുന്നുണ്ട്. അപ്പം പ്രകൃതി സുന്ദരമായ പ്രകൃതിയെ മനുഷ്യൻ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ദിവസവും കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഒരു വലിയ മാനസിക വിഷമം കൊണ്ടാണ് എനിക്ക് കവിത എഴുതണമെന്ന് തോന്നിയത്. ഈ കവിത സ്വിച്ച് ഓൺ കർമ്മം നമ്മുടെ പന്നിൻ രവീന്ദ്രൻ സാറിൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതുപോലെ ഈ കവിത ജനങ്ങളെല്ലാം ഏറ്റെടുത്ത് ഹൃദയനമ്പരങ്ങൾ ദേശീയ അവാർഡ് കിട്ടിയതുപോലെ നമുക്ക് ഒരു അംഗീകാരങ്ങൾ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. തലശ്ശേരി, മുഴപ്പിലങ്ങാട്, പൊയിലൂർ, വാഴമല എന്നിവിടങ്ങളിൽ വെച്ചാണ് ചിത്രീകരണം നടത്തുന്നത്. പ്രകൃതിയുടെ രൗദ്രം മഴമേഘങ്ങൾ കണ്ണീർ വാർക്കുമ്പോൾ, പ്രകൃതിയുടെ രൗദ്രം മഴമേഘങ്ങൾ കണ്ണീർ വാർക്കുമ്പോൾ. മറ്റു വാർത്തകൾ ചെറിയൊരു ഇടവേള കഴിഞ്ഞ്. സ്വപ്ന സമാനമായ ഫർണിച്ചർ ലോകം ടോപ്കോ ഫർണിച്ചർ ആൻഡ് ടോപ്കോ ഇന്റീരിയർ, ഗ്രാമത്തി, പള്ളൂർ. ഫർണിച്ചർ ലോകത്തെ സമ്പൂർണ്ണത കൊണ്ട് ജനമനസ്സുകൾ സ്വീകരിച്ച അതിവിശാലമായ ഷോറൂം. ഏതിനും ഫർണിച്ചറുകളും ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം വിഭാഗങ്ങൾ. ഡൈനിങ് സെറ്റ്, സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റുകൾ, ഇമ്പോർട്ടഡ് ഫർണിച്ചർ മുതലായവ മിതമായ വിലയിൽ ലഭിക്കുന്ന പള്ളൂരിലെ ഏക സ്ഥാപനം. കല്യാണ അറകൾ, റൂമുകൾ എന്നിവ ഒരു ദിവസം കൊണ്ട് സെറ്റ് ചെയ്തു കൊടുക്കുന്നു. ഫർണിച്ചർ ലോകത്ത് പകരമില്ലാത്ത നാമധേയം ടോപ്കോ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ടോപ്കോ ഇന്റീരിയർ, ദി കംപ്ലീറ്റ് ഡിസൈൻ ഗാലറി, ഗ്രാമത്തി, പള്ളൂർ. ഫോൺ 04902338 മൊബൈൽ 9846816762. ഒരുക്കുന്നു ഞങ്ങൾ പെണ്ണിൻ മനം പോലെന്നും പൊന്മാംഗല്യം. Bobby Chamanur International Jeweler. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു.
ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ജിയോ സാൻഡ്. ഈ ജിയോ സാൻഡ് ഇത്രയ്ക്ക് മികച്ചതാണോ? പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല, ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാൻഡാണ്. പൂഴിക്ക് പകരം ഇതാ ജിയോ സാൻഡ്. വാർത്തകൾ തുടരുന്നു. വംശനാശം നേരിടുന്ന മുള്ളിലും കുയിറ്റി മരത്തിന്റെ സംരക്ഷണത്തിന്റെ ഭാഗമായി പിണറായി AKG മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മരത്തിന്റെ വിത്തുകൾ വിതരണം ചെയ്തു. സ്കൂളിൽ സീഡ് ക്ലബ്ബ്, NCC, NSS, SPC, സ്കൗട്ട് എന്നീ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ഇതിൻ്റെ വിത്തുകൾ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നട്ടുപിടിപ്പിക്കും. സംസ്ഥാന ചിത്രശലഭമായ ബുദ്ധമയൂരിയുടെ ഏക ലാർവാ ഭക്ഷണ സസ്യമാണ് മുള്ളിലം മരം. മുള്ളിലം മരത്തിന്റെ സംരക്ഷണത്തിന്റെ ഭാഗമായി പിണറായി AKG മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സീഡ് ക്ലബ്, NGC, NSS, SPC, സ്കൗട്ട് എന്നീ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ഇതിന്റെ വിത്തുകൾ പിണറായി പഞ്ചായത്തിൽ നട്ടുപിടിപ്പിക്കും. പിണറായി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PV വേണുഗോപാൽ മുള്ളിലം മരത്തിന്റെ വിത്തുകൾ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വീട്ടിലും വാർഡ് മെമ്പറുടെ വീട്ടിലൊക്കെ ഈ മരങ്ങൾ ഉണ്ടായിട്ടും ഇതിനെപ്പറ്റി നേരത്തെ വലിയ അറിവുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങളുടെ വിതരണത്തിലൂടെ ഈ വിത്തുകൾ നമ്മളുടെ പിണറായി ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ മണ്ണിലും വളർന്നു കഴിഞ്ഞാൽ, അതുമാത്രമല്ല ഇതിന് ഒരു മസാലയുടെ ഗുണം പോലും ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാധനമായതുകൊണ്ട് തന്നെ നമുക്കിതിനെ സംരക്ഷിക്കാനാകണം. പിണറായി ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതികളിൽ, പ്രത്യേകിച്ച് ഉൽപ്പാദന മേഖലയിലുള്ള ചില പദ്ധതികൾ, അതുപോലെ തന്നെ അതിനെ സംയോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ തൊഴിലുറപ്പ് സഹോദരിമാരെ കൊണ്ട് നമുക്ക് അവരെ കൊണ്ട് കൃഷിയിടങ്ങളിൽ നമുക്ക് കൃഷി ചെയ്യിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റും, നഴ്സറികൾ ഉണ്ടാക്കാൻ പറ്റും. ആ നഴ്സറികളിലൂടെ നമുക്കിതിനെ വളർത്തിയെടുക്കാൻ പറ്റും. ഇതൊരു ബ്രാൻഡായിട്ട് നമുക്ക് AKG ഹൈസ്കൂൾ തരുന്ന ഇതിന് ഒരു ബ്രാൻഡായിട്ട് പിണറായി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും വ്യാപിപ്പിച്ചുകൊണ്ട് ഒരു ക്യാമ്പയിനായിട്ട് എടുക്കാം. പ്രിൻസിപ്പൽ P. ശ്രീജിത്ത് മാസ്റ്റർ അധ്യക്ഷനായി. സ്വന്തം വീട്ടുപറമ്പിൽ മുള്ളിലം മരത്തെ വളർത്തി സംരക്ഷിക്കുന്ന വാർഡംഗം A. ദീപ്തിയെ ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PV വേണുഗോപാൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. വൈസ് പ്രിൻസിപ്പൽ K. സുരേന്ദ്രൻ, സ്റ്റാഫ് സെക്രട്ടറി NM ബിജോയ് മാസ്റ്റർ, SPC CPO M. ജിഷ, NSS പ്രോഗ്രാം ഓഫീസർ NK മഞ്ജുള, NSS ലീഡർ സംവൃത ഷമിത് എന്നിവർ സംസാരിച്ചു. സീഡ് ക്ലബ് കോർഡിനേറ്റർ PV പ്രഭാകരൻ സ്വാഗതവും NSS ലീഡർ ശിവ സന്തോഷ് നന്ദിയും പറഞ്ഞു. പിണറായി സ്കൂളിലെ വിദ്യാർത്ഥികൾ ബുദ്ധമയൂരിയെ സംരക്ഷിക്കാൻ മുള്ളിലം മരത്തിന്റെ വിത്തുകൾ ശേഖരിച്ച് അവ ഒഴിഞ്ഞ പറമ്പുകളിലും വിദ്യാർത്ഥികളുടെ വീട്ടുപറമ്പുകളിലും വലിച്ചെറിയും. ജൂൺ മാസത്തിലെ മഴയിൽ ഇവയൊക്കെ മുളച്ചു വരുമെന്നാണ് പ്രതീക്ഷ. മൊകേരി ഈസ്റ്റ് UP സ്കൂളിന്റെ നേതൃത്വത്തിൽ പ്രതിഭാതരം പരിപാടി സംഘടിപ്പിച്ചു. പാത്തിപ്പാലത്ത് പാനൂർ BPC അബ്ദുൽ മുനീർ ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. മൊകേരി പാത്തിപ്പാലം വുഡ്മാൾ ഫർണിച്ചർ ഷോപ്പിന് മുന്നിൽ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിലാണ് ആദര സമ്മേളനം നടന്നത്. വിവിധ മേളകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയാണ് ഉപഹാരം നൽകി ചടങ്ങിൽ ആദരിച്ചത്. പാനൂർ BRC BPC അബ്ദുൽ മുനീർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങളും അബ്ദുൽ മുനീർ ചടങ്ങിൽ സമ്മാനിച്ചു. അറബിക് കഥ പറയൽ, അറബിക് അഭിനയഗാനം, അറബിക് സംഘഗാനം, സയൻസ് കളക്ഷൻ. അല്ലെങ്കിൽ പാഠ്യേതര രംഗത്താണെങ്കിലും ആ മികവുകൾ ജനമധ്യത്തിലേക്ക്, സമൂഹ മധ്യത്തിലേക്ക് എത്താത്തൊരവസ്ഥ പലപ്പോഴും നമുക്ക് കാണാൻ വേണ്ടി കഴിയാറുണ്ട്. അവിടെയാണ് ഇത്തരം അനുമോദന ചടങ്ങുകൾ സ്കൂളിന് പുറത്തുള്ള സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നടത്തുന്നതിനുള്ള പ്രസക്തി വ്യക്തമാകുന്നത്. നമുക്കറിയാം, ഓരോ വിജയവും നമ്മൾക്ക്, നമ്മുടെ മക്കൾക്ക് ഏറെ സന്തോഷം പകരുന്നതും അതോടൊപ്പം തന്നെ തുടർന്നുള്ള മത്സരങ്ങൾക്കൊരു പ്രചോദനമായി തീരുകയും ചെയ്യാറുണ്ട്. PTA പ്രസിഡന്റ് P. ബിജു അധ്യക്ഷനായി. പ്രധാന അധ്യാപകൻ CV സുകുമാരൻ സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങളായ അനിൽ വള്ളിയായി,
പ്രസന്ന ദേവരാജ്, മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് HM കെ കൃഷ്ണൻ മാസ്റ്റർ, രാഘവൻ മാസ്റ്റർ, സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി പി ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി. രക്ഷിതാക്കളും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. ചെമ്പാട് ബാവാന്റെ പറമ്പ് LP സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ശശിധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയായ സലാം സ്ത്രാമ്പയിൽ, ബാലസാഹിത്യകാരൻ പ്രേമാനന്ദ് ചെമ്പാട്, മദർ PTA പ്രസിഡന്റ് ആഷിഫ, സ്റ്റാഫ് സെക്രട്ടറി E സീന എന്നിവർ സംസാരിച്ചു. തുടർന്ന് കൂരാറ LP സ്കൂൾ റിട്ടയർഡ് അധ്യാപകൻ ബാബു വടക്കയിൽ ശാസ്ത്ര വിസ്മയം, രമേശ് പുല്ലാപ്പള്ളി അഭിനയക്കൂട്ട്, ചലച്ചിത്ര പിന്നണി ഗായകനായ M മുസ്തഫ മാസ്റ്റർ പാട്ടുപരിപാടി, കൂരാറ ഗവൺമെന്റ് LP സ്കൂൾ റിട്ടയർഡ് അധ്യാപകൻ പുരുഷോത്തമൻ കോമത്ത് ആകാശ വിസ്മയ കാഴ്ചകൾ എന്നീ സെഷനുകളിൽ ക്ലാസുകൾ എടുത്തു. പനിന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK മണിലാൽ, ചൊക്ലി BPC സുനിൽ ബാൽ എന്നിവർ ക്യാമ്പ് സന്ദർശിച്ചു. ക്യാമ്പ് ഫയറോടുകൂടിയാണ് ക്യാമ്പ് അവസാനിച്ചത്. രക്ഷിതാക്കളും ക്യാമ്പിൽ പങ്കെടുക്കാനെത്തി. പാനൂർ കണ്ണമ്പള്ളി ഫ്രണ്ട്സ് വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ MT P ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു. ഗാനാർച്ചനയും ഇതോടനുബന്ധിച്ച് നടന്നു. കണ്ണമ്പള്ളി ഫ്രണ്ട്സ് വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ MT വാസുദേവൻ നായർ, P ജയചന്ദ്രൻ അനുസ്മരണവും ഗാനാർച്ചനയും സംഘടിപ്പിച്ചു. ഡോക്ടർ TK അനിൽകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സംഗീതവും സാഹിത്യവും സംഗീതത്തോടൊപ്പം ജീവിച്ച ജയചന്ദ്രൻ, സാഹിത്യത്തോടൊന്നിച്ച് ജീവിച്ച MT, ഇവരുടെ വേർപിരിയലിലാണ് ഒരുപക്ഷെ കേരളം കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം വഹിച്ചത്. ഒരുപക്ഷെ മലയാളത്തിന്റെ എഴുത്തിനെ, മലയാളത്തിന്റെ സംഗീതത്തെ തിരിച്ചറിയാനുള്ള ഒരവസരമായി അവരുടെ അനുസ്മരണങ്ങൾ കേരളം അങ്ങോളം മാറിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ഒരു വിശ്വാസക്രമമുണ്ട്, എഴുത്തുകാരൻ നിരന്തരം സംസാരിക്കുകയും പാട്ടുകാരൻ പാടിക്കൊണ്ടിരിക്കുകയും സംസാരം കുറയ്ക്കുകയും ചെയ്യുമെന്നാണ് നമ്മുടെ ഒരു ധാരണ. ഇത് തിരുത്തിയ ഒരാളാണ് MT വാസുദേവൻ നായർ. MT അധികം സംസാരിക്കാറുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. KK പുരുഷോത്തമൻ, KK വിജയൻ, G മുകുന്ദൻ എന്നിവർ സംസാരിച്ചു. നിരവധി ഗായകർ ഗാനാർച്ചനയിൽ പങ്കെടുത്തു. തലശ്ശേരി വടക്കുംപാട് കടിയന്താറ്റിൽ ഭഗവതി ക്ഷേത്ര തിറമഹോത്സവത്തിന് തുടക്കമായി. മാടവനയില്ലത്ത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമവും നടന്നു. 10 മണിക്ക് കാവിൽ കയറൽ, ആയുധ ആഭരണ ശുചീകരണം, ഉച്ചപൂജ, വേല, വൈകിട്ട് 6:30 ശാസ്തപ്പൻ കാർണവർ വെള്ളാട്ടവും, രാത്രി 11 മണിക്ക് ഭഗവതി വെള്ളാട്ടവും ഉത്രങ്ങാട്ടിൽ നിന്നും കലശം വരവും നടക്കും. പുലർച്ചെ മുതൽ ഗുളികൻ, ശാസ്തപ്പൻ, കാർണവർ, ഭഗവതി എന്നീ തെയ്യങ്ങൾ കെട്ടിയാടും. രാവിലെ 11:30 കാർണവർ ഊട്ട്, മാലചാർത്തൽ, കുലദൈവങ്ങൾ, കലശം ഇവയുടെ ക്ഷേത്ര പ്രദക്ഷിണവും വൈകുന്നേരം കുരുസിയും നടക്കും.
പ്രദേശവാസികളുടെ പ്രസാദ സദ്യയും ഉണ്ടായിരിക്കും. സോമമുദ്രം ഭുവേമ പ്രാതർജിതം അഹമുഗ്രം ഭുവേമ വയപുത്ര മധുര വിധർത്ത ആഗ്രാസിദ്യം എൻ്റെ മാനസ്ത്രസിദ്രാജാതിഥ്യം പരായണ ആപന്നാർത്തി ഹരേ ദേവി നാരായണി നമോസ്തുതേ സൃഷ്ടിസ്ഥിതി വിനാശാനം കർത്തൃബുധേ സനാതന ഗുണാശ്രയ ഗുണമയ നാരായണി നമോസ്തുതേ സംസയുക്ത വിമാനസ്ഥ ബ്രഹ്മാണി രൂപധാരിണി കവിശാംബ പാവ്യേ ദേവി നാരായണി നമോസ്തുതേ തൃശൂല ചന്ദ്രായുധനെ മഹാവൃഷഭവാഹിനി മാഹേശ്വരി സ്വരൂപേണ നാരായണി നമോസ്തുതേ മയൂര കുക്കുടയുദയ മഹാശക്തി നരേഹേ കൗമാരി രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KPCC പ്രസിഡന്റ് സ്ഥാനം വിട്ടുകൊടുക്കില്ലെന്ന് തനിക്കൊട്ടും വാശിയില്ലെന്ന് കെ സുധാകരൻ MP. പ്രസിഡന്റ് സ്ഥാനം തനിക്ക് ആഡംബരമോ അലങ്കാരമോ അല്ലെന്നും ഏത് പ്രസിഡന്റിനെയും ആർക്കും നിയമിക്കാമെന്നും കെ സുധാകരൻ. മാലൂർ സ്വദേശികളായ നിട്ടാറമ്പിലെ നിർമ്മലയും മകൻ സുമേഷും വീട്ടിൽ മരിച്ച നിലയിൽ. അമ്മയെ കൊലപ്പെടുത്തി മകൻ ആത്മഹത്യ ചെയ്തുവെന്നാണ് സംശയം. ആദ്യ ഭാര്യയെ വഴിയിൽ തടഞ്ഞ് പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. ടിപ്പർ ലോറി ഡ്രൈവറായ കോട്ടയംപോയിൽ കോങ്ങാറ്റയിൽ നടുവിൽപ്പൊയിൽ MP സജീവിനെയാണ് കതിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പെരിങ്ങത്തൂർ പാലം അറ്റകുറ്റപ്പണിക്കായി അടച്ചതോടെ ദുരിതത്തിലായി യാത്രക്കാർ. പാലം അടച്ചത് ഫെബ്രുവരി 20 വരെ, ഒരു മാസക്കാലത്തേക്ക്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.